ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ചാണ്. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ട്രാൻസ്ഫറബിൾ ഷെയർസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനി ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്താ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമത്താൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ പ്രകാരമാണ്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. അതിന് ക്യാപിറ്റൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ലയബിലിറ്റി ഇത്ര എമൗണ്ടിൽ ഫിക്സഡ് ആണ്. അതായത് ഇത്ര എമൗണ്ടാണ് വരുള്ളൂ, അല്ലെങ്കിൽ ഇത്ര റേഞ്ചിലുള്ള ലയബിലിറ്റീസാണ് വരുള്ളൂ, അതിന് മുകളിലേക്ക് വരില്ല എന്നുള്ളതാണ് ലിമിറ്റഡ് ലോ. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെന്താ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തത് അല്ലേ, എത്ര വരുമെന്നുള്ളത്. അതിന് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ട്രാൻസ്ഫറബിൾ ഷെയർസ്. ക്യാപിറ്റൽ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? എന്താ നമ്പർ ഓഫ് ട്രാൻസ്ഫറബിൾ ഷെയർസ്, കൈമാറാൻ പറ്റുന്ന ഷെയർസിൻ്റെ രൂപത്തിലാണ് എന്താണ് ക്യാപിറ്റൽ ഇത് ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ ഇൻകോർപ്പറേറ്റഡ് വോളണ്ടറി അസോസിയേഷൻ ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ് വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് വിത്ത് കോമൺ സീൽ ആസ് ഒഫീഷ്യൽ സിഗ്നേച്ചർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇൻകോർപ്പറേറ്റഡ് വോളണ്ടറി അസോസിയേഷനാണ്. എല്ലാവരും കൂടി അതായത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട്, സം കോമൺ പർപ്പസിന്, ഒരു കോമൺ ആയിട്ടൊരു പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു എല്ലാവരും കൂടി ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആ കമ്പനിയുടെ പേരിലുള്ള സീലായിരിക്കും എന്നാണ്. അതാണ് ഒഫീഷ്യൽ. അതല്ലാതെ പ്രത്യേകം ഒരാൾ മാത്രം സൈൻ ചെയ്യുന്നതല്ല, എല്ലാവരുടെയും കൂടി ഒരു സീലായിരിക്കും അവർ സിഗ്നേച്ചറായിട്ട് യൂസ് ചെയ്യുന്നത്. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഗവേൺഡ് ബൈ ദ കമ്പനീസ് ആക്ട് 1913 as per section 220 of the Act 1930. A company means a company incorporated under this act or any other previous company law. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനി എങ്ങനെയായിരിക്കണം ഇത് ചെയ്യാനായിട്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്? ഏതെങ്കിലും ഒരു കമ്പനി ആക്ടിൻ്റെ പ്രകാരം അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന നിയമത്തോടു കൂടി മാത്രമാണ് എന്താണ് കമ്പനി ഫോം ചെയ്യാൻ പാടുള്ളൂ എന്ന്. ദ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ആർ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതിനകത്ത് മെമ്പേഴ്സ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിലെ മെമ്പേഴ്സിനെ എന്നാണ് വിളിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വൺ വേർഡിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. Shareholders are the owners of the company, but the management is vested with the board of directors elected by the shareholders. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സാണ്. ഓരോ മെമ്പറിനെ ഷെയർ ഹോൾഡേഴ്സ് എന്നായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓണർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണറാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇതിലാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എലക്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്ത് വരുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മാനേജ്മെൻറ്റിൽ വരുന്നവർ. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനീസ് റെഫേർഡ് ആസ് ഷെയർ ക്യാപിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ആ ബിസിനസ്സിലേക്ക് വേണ്ട, ആ ഫേമിലേക്ക് വേണ്ട, കമ്പനിയിലേക്ക് വേണ്ട ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നു. വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ യൂണിറ്റ്സ് നോൺ ആസ് ഷെയർസ്. ആ ഷെയർ ക്യാപിറ്റലിൻ്റെ സ്മോൾ യൂണിറ്റുകളെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഈ നമുക്ക് കമ്പനിയിലേക്ക് വേണ്ട ആ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതാണ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ഷെയർ ക്യാപിറ്റലിൻ്റെ സ്മോൾ യൂണിറ്റ്സുകളെ ഷെയർ എന്നാണ് വിളിക്കുന്നത്. ഫ്യൂച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനി അടുത്ത നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് നോക്കി. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. A company is created by law and exists independent of its member is considered as artificial person. It cannot breathe, eat, run and so on, but it can carry on business in its own name. A company can own property, enter into contract, borrow money, എക്സെട്ര. എന്താ പറഞ്ഞിരിക്കുന്നത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. എന്താ ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന ഒരു എന്താണ് ജീവനുള്ളൊരു വ്യക്തിയായിട്ടല്ല, എന്ന ലോ പ്രകാരം
ഒരു വ്യക്തിയായിട്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് മെമ്പറായിട്ട് കണക്കാക്കിക്കൊണ്ട് നിയമപ്രകാരം ഇത് ചെയ്തിരിക്കുന്നതാണ്. ഇതിനൊക്കെ എന്താണ്, ശ്വസിക്കാനോ ആഹാരം കഴിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്താണ്, ക്യാരി ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ നെയിം സ്വന്തം പേരിൽ തന്നെ ഒരു നെയിം ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. എ കമ്പനി ക്യാൻ ഓൺ പ്രോപ്പർട്ടി, ആ കമ്പനിക്ക്, ആ പേരിലുള്ള കമ്പനിക്ക് എന്തായിരിക്കും, പ്രോപ്പർട്ടി ഉണ്ടാവും. പ്രോപ്പർട്ടി ഉണ്ടാവും. എൻ്റർ ഇൻറ്റു ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. മണി ബോറോ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളും സാധിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. യഥാർത്ഥത്തിൽ വ്യക്തിയല്ല, എന്നാൽ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് പോയിന്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ എ കമ്പനി ഗെറ്റ്സ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പർ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്പർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന എന്തായിരിക്കും, കമ്പനിക്കായിരിക്കും കിട്ടുന്നത്, അല്ലേ? ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്, ഒരു സെപ്പറേറ്റ് ലീഗലായിട്ടുള്ള സ്റ്റാറ്റസും ഉണ്ടായിരിക്കും. ഇറ്റ് ക്യാരി ഓൺ ബിസിനസ് ഓൺ ഇറ്റ്സ് ഓൺ നെയിം ആൻഡ് എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഒരു അതിന് ആ വ്യക്തി മെമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതല്ലേ? ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് വേറൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. സ്വന്തമായിട്ട് ബിസിനസ്സിന് നെയിം ഉണ്ടായിരിക്കും. ദ ലോ ഡസ് നോട്ട് റിക്കഗ്നൈസ് ദ കമ്പനി ആൻഡ് ഓണേഴ്സ് ടു ബി ആൻഡ് സെയിം. ലോ ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കില്ല വ്യക്തിയും ബിസിനസ്സും തമ്മിൽ ഒന്നാണെന്നുള്ള കാര്യത്തിലല്ല. അതെപ്പോഴും ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസിൽ തന്നെ നിലനിൽക്കും. രണ്ടിനും രണ്ട് ഇതായിട്ട് വ്യക്തിത്വത്തിൻ്റെ രണ്ടിനും രണ്ട് ഐഡൻറ്റിറ്റിയുടെ ബേസിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി അടുത്ത ഫ്യൂച്ചറായിട്ട് പറയുന്ന ഫോർമേഷനാണ്. നോ കമ്പനി ക്യാൻ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വിത്ത് രജിസ്ട്രേഷൻ അണ്ടർ ദ കമ്പനീസ് ആക്ട് 1913. രജിസ്ട്രേഷൻ ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ഓഫ് സെവറൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് കംപ്ലയിൻറ്റ്സ് വിത്ത് സെവറൽ ലീഗൽ ഫോർമാലിറ്റീസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫോർമേഷൻ. കമ്പനി ഒരിക്കലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ, കമ്പനീസ് ആക്ട് 1913 പ്രകാരം രജിസ്റ്റർ ചെയ്യാതെ ഒരു കമ്പനിക്കും ബിസിനസ്സിലേക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. രജിസ്ട്രേഷൻ ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ഓഫ് സെവറൽ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനും സെവറൽ ലീഗൽ ഫോർമാലിറ്റീസും എല്ലാം രജിസ്ട്രേഷനിൽ ഉണ്ട്. അതാണ് ഫോർമേഷനിൽ വരുന്നത്. അടുത്തത് പെർപെച്വൽ സക്സഷൻ ആണ്. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ പെർപെച്വൽ സക്സഷൻ ആണ്. മീൻസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഇറ്റ് എക്സിസ്റ്റൻസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി എക്സെട്ര ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ് പറയുന്നത്. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഇതിനുണ്ട്. ഇസ് എക്സിസ്റ്റ് നോട്ട് അഫക്റ്റ്. ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു മെമ്പർ പാപ്പറായിട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വരിക, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും മാനസിക വിഭ്രാന്തി പോലത്തെ കാര്യങ്ങൾ വരിക മെമ്പറിന്, അങ്ങനെ എന്ത് തന്നെ മെമ്പേഴ്സിന് വന്നാലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിൽ വരില്ല. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺട്രോൾ. ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ of a company are in the hands of the board of directors. The board of directors are elected by the shareholders who are the owners of the company. Thus, there is a separation of ownership and management in the company from organization. Control. The management and control of company are in the hands of board of directors, and the board of directors control കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടർ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ മെമ്പേഴ്സാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്തിട്ട് വരുന്നവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത്. പക്ഷേ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. Thus, there is a separation of ownership and management in the company
ഫ്രം ദ ഓർഗനൈസേഷൻ. അപ്പോൾ എന്താ, ഓണർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, മാനേജ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് നേതൃത്വം വഹിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതാണ് കൺട്രോളിൻ്റെ കേസിൽ വരുന്നത്. കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ എന്താ, റിയൽ ഓണർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. The capital of company is divided into small units is known as shares. നമ്മൾ ആദ്യം പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അല്ലേ. ഒരു ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സ്മോൾ യൂണിറ്റ് ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ മെമ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സ്മോൾ യൂണിറ്റ്സിനെ ഷെയർ എന്നാണ് പറയുന്നത്. എന്താണ്, അത് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഡിവൈഡ് ഇൻറ്റു സ്മോൾ യൂണിറ്റ്സ് ഇസ് നോൺ ആസ് ഷെയർസ്. ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയുടെ ക്യാപിറ്റലിനെ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർ ഓഫ് ദ കമ്പനി എന്താണ്, ഫ്രീലി ട്രാൻസ്ഫറബിൾ ചെയ്യാനായിട്ട് പറ്റും ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയുടെ കേസല്ല, ഷെയർസ് എന്താണ്, ഷെയർസ് ഓഫ് എ കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് അല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചെയ്യാനായിട്ട് പറ്റും ബൈ ഇറ്റ്സ് മെമ്പേഴ്സിലുള്ളവരിലാട്ടോ, എക്സെപ്റ്റ് ഇൻ ദിസ് കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനിയുടെ കേസിലല്ല. ഇവിടെയുള്ള മെമ്പേഴ്സിൽ തന്നെ നമുക്ക് ഷെയർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. 8th വണ്ണാണ് കോമൺ സീല്. ദ കമ്പനി ബീയിങ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ത്രൂ ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആസ് ദ കമ്പനി ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതുകൊണ്ട് എന്താണ്, ആ കമ്പനിക്ക് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ നോക്കുമ്പോഴോ കാണാൻ പറ്റുന്നൊരു തരത്തിലുള്ള ഒന്നല്ല എന്താണ് കമ്പനി എന്ന് പറയുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇറ്റ് കനോട്ട് സൈൻ ദ ഡോക്യുമെൻറ്റ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ദെയർഫോർ എ കോമൺ സീൽ വിത്ത് ദ കമ്പനി നെയിം ഈസ് യൂസ്ഡ് ആസ് ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് the company. Any agreement which does not have the company seal put on is not legal ബൈൻഡിങ് ഓഫ് ദ കമ്പനി. എന്താണ്, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു സീൽ ഉണ്ടാവും. അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള, ആ ഫേമിൻ്റെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ നെയിം ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു സീൽ ഉണ്ടായിരിക്കും. ആ സീലായിരിക്കും അവരുടെ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നു, ഫൈനലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളിൽ സൈൻ ചെയ്യുന്ന ഉപയോഗിക്കുന്ന എന്താണ്, ആ കോമൺ സീലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫ്യൂച്ചേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് എന്തെങ്കിലും തരത്തിലും പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.